ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ നിങ്ങൾക്കേവർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. ഞാൻ ഇപ്രകാരം വായിക്കുവാനിടയായി. അന്ന് ഇംഗ്ലീഷുകാർ ഇന്ത്യയിൽ വന്ന് ഭരണം നടത്തുന്ന കാലം. ഇന്ത്യൻ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലുമെല്ലാം ഇംഗ്ലീഷ് പട്ടാളം, ഇംഗ്ലണ്ടിൻ്റെ പട്ടാളം വന്ന് അതെല്ലാം കൺട്രോൾ ചെയ്യുന്നു. ഭരണം ഇംഗ്ലണ്ടിൽ നിന്നും നിയന്ത്രിക്കുന്നു. നമുക്കറിയാം, പലതും അറിയാം. ഈസ്റ്റ് ഇന്ത്യ കമ്പനി അങ്ങനെയുള്ളതായ അനേകം പ്രവർത്തനങ്ങൾ, കാര്യങ്ങളെല്ലാം ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു പട്ടാള ക്യാമ്പിനോട് ചേർന്ന് നടന്നതായ ഒരു സംഭവം. ഒരു പട്ടാള ക്യാമ്പ് വെച്ചാൽ ഇംഗ്ലണ്ടിൻ്റെ ഭടന്മാർ മാത്രം താമസിക്കുന്ന വലിയൊരു പട്ടാള ക്യാമ്പ്. ആ ക്യാമ്പിൻ്റെ തൊട്ടടുത്തായിരുന്നു ഒരു പാവപ്പെട്ട സുവിശേഷകൻ്റെ വീട്. എന്നും രാവിലെ അദ്ദേഹം ഈ ബൈബിളും കയ്യിൽ പിടിച്ചുകൊണ്ട് സുവിശേഷ വേലയ്ക്ക് പോകും. ഒരിക്കൽ അങ്ങനെ പതിവ് പോലെ അദ്ദേഹം സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ പട്ടാളക്കാരായ കുറച്ച് ചെറുപ്പക്കാർ ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു അവിടെ. അവർ ഈ സുവിശേഷനെ ഒന്ന് കളിയാക്കാൻ തീരുമാനിച്ചു. അവർ ചോദിച്ചു, എങ്ങാ പോകുന്നത്? നിങ്ങളുടെ യേശുവിന് സുഖമാണോ? ഇങ്ങനെയുള്ള കുറച്ച് കളിയാക്കുന്ന വാക്കുകൾ. നിങ്ങളുടെ യേശു എന്തു പറയുന്നു? അദ്ദേഹം എന്തു പറയുന്നു? അങ്ങനെയൊക്കെ ചോദിച്ചു. സുവിശേഷകൻ വളരെ സൗമ്യതയോടെയും സ്നേഹത്തോടെയും മറുപടി പറയാൻ ശ്രമിച്ചു. മാത്രമല്ല, അവർ പറഞ്ഞു, നിങ്ങൾ ഈ പഴഞ്ചൻ പുസ്തകമൊക്കെ ആയിട്ടാണോ നടക്കുന്നത്? അങ്ങനെയും കൂടെ ചോദിച്ചു. സുവിശേഷകനായ മനുഷ്യൻ നല്ല പ്രസന്നതയോടെ പറഞ്ഞു, നിങ്ങളുടെ നാട്ടിൽ നിന്നും ഞങ്ങൾക്ക് ലഭിച്ചതാണ് ഈ ബൈബിൾ. നിങ്ങളുടെ നാട്ടിൽ നിന്നും ഇവിടെ കൊണ്ടുവന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് ലഭിച്ചതാണ് ഈ വിലപ്പെട്ട ബൈബിൾ. നിങ്ങളുടെ നാട്ടിൽ നിന്ന് തന്ന വിലപ്പെട്ട ഒരു സാധനത്തിന് പോലും നിങ്ങൾക്ക് വിലയില്ല അല്ലേ? ലളിതമായിട്ട് അദ്ദേഹം ചോദിച്ചു. അത് ശരിക്കും പട്ടാളക്കാരുടെ മുഖം കുനിയിപ്പിച്ചു. വീണ്ടും മാത്രമല്ല, അതിനോട് ചേർന്ന് ഈ സുവിശേഷൻ വേറൊരു കാര്യം കൂടി പറഞ്ഞു. എൻ്റെ യേശുവിന് സുഖമാണോ എന്തു പറയുന്നു എന്നല്ലേ ചോദിച്ചത്? അതെ, എൻ്റെ യേശു ഇന്നലെ എങ്ങനെയായിരുന്നുവോ അതുപോലെയാണ് ഇന്നും, അതുപോലെയായിരിക്കും അവൻ നാളെയുമെന്ന് എബ്രായ ലേഖനത്തെ ആസ്പദമാക്കി യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്, അവന് മാറ്റമില്ല. ഇന്നലെ എങ്ങനെ പ്രവർത്തിച്ചോ യേശു, അതുപോലെ ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ നാളെ അങ്ങനെ തന്നെ പ്രവർത്തിക്കും. യേശുവിന് മാറ്റമില്ല എന്ന് സധൈര്യവും എളിമയോടെ പട്ടാളക്കാരായ യൗവനക്കാരോട് പറയാനിടയായി. അന്ന് വൈകുന്നേരം പട്ടാളക്കാരിൽ ചിലർ അവരുടെ ക്യാമ്പിൽ മടങ്ങിയെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അവരെ സ്വാധീനിച്ചു. അവർ ആ പട്ടാളക്കാരൻ്റെ വീട്ടിലേക്ക് ചെന്ന് അദ്ദേഹത്തോട് ക്ഷമ പറയുകയും പോരാ, അന്ന് വൈകിട്ട് സ്വർഗം സന്തോഷിക്കുന്ന ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് അവർ കടന്നു വരുവാൻ ഇടയാകുകയും ചെയ്തു എന്ന് ഞാൻ വായിക്കുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലാത്തൊരു പാവപ്പെട്ട സുവിശേഷകൻ്റെ വായിൽ നിന്നും ജീവനുള്ള ദൈവം കൊടുത്തതായ ദൈവിക സന്ദേശം. നാം ക്രിസ്തുവിൻ്റെ വചനം പേറിക്കൊണ്ട് നടക്കുന്നവരാണെങ്കിൽ ഏതൊരു മനുഷ്യനെയും രക്ഷയിലേക്ക് നയിക്കുവാനും നടത്തുവാനും നിങ്ങൾക്ക് കഴിയും. അതൊരുപക്ഷെ മഹാരാജാവായിരിക്കാം, രാജ്യം ഭരിക്കുന്ന രാജാവായിരിക്കാം, ഒരുപക്ഷെ രാജ്യത്തെ പ്രധാനമന്ത്രിയായിരിക്കാം, പ്രസിഡൻ്റായിരിക്കാം. അവരെപ്പോലും ദൈവിക മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ ഈ ഭൂമിയിലൊരു പാവപ്പെട്ട ദൈവത്തിനെ കൊണ്ട് ദൈവം പ്രയോജനപ്പെടുത്തും, ഉപയോഗിക്കും. അതാണ് സുവിശേഷത്തിൻ്റെ ശക്തി. ഞാനത് വായിച്ചപ്പോൾ വളരെ സന്തോഷിച്ചു. കാരണം ഈ വചനം കയ്യിൽ കൊണ്ട് നടക്കുമ്പോൾ പലരും ആക്ഷേപിക്കും, വേറെ പണിയൊന്നുമില്ല എന്ന് ചോദിക്കും, നിങ്ങൾക്ക് വേറെ തൊഴിലില്ല എന്ന് ചോദിക്കും. അതെ, ഈ പുസ്തകം കൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നവരുടെ തൊഴിൽ അതാണ്. ശമ്പളം ഭൂമിയിൽ നിന്നല്ല, ശമ്പളം സ്വർഗത്തിൽ നിന്നാണ്. വലിയ പ്രതിഫലമുള്ള ഒരു പ്രൊഫഷനാണ്, ഞാനങ്ങനെ പറയും. ഒരു പ്രൊഫഷൻ എന്ന് പറഞ്ഞ് അത്രയും താഴ്ത്തി പറയേണ്ടതല്ല സുവിശേഷ വേല. എങ്കിലും അതിനോട് ചേർന്നൊരു വേട് ഞാൻ ഉപയോഗിച്ചെന്നേ ഉള്ളൂ. ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ ലഭിക്കാവുന്ന ഏറ്റവും വലിയ പദവിയാണ് ഈ സുവിശേഷം പറയുക എന്നുള്ളത്, ഈ തിരുവചനം കയ്യിലെടുത്തുകൊണ്ട് നടക്കുക എന്നുള്ളത്. എത്രയോ ശാസ്ത്രജ്ഞന്മാർ, എത്രയോ വാന നിരീക്ഷണ ഗവേഷണ ശാസ്ത്രജ്ഞന്മാർ, എത്രയോ സയൻറ്റിസ്റ്റുകൾ,
എത്രയോ ഭരണതന്ത്രജ്ഞർ, എത്രയോ അമേരിക്കൻ പ്രസിഡന്റുമാർ, എത്രയോ ഉന്നത ശ്രേണികളിൽ ഇരുന്നവർ ഈ ബൈബിളിനെ മാനിച്ചു, ബൈബിളിനെ ബഹുമാനിച്ചു. ബൈബിളിൽ നിറഞ്ഞു നിൽക്കുന്ന ക്രിസ്തുവിനെ അവർ അനുഭവിച്ചു, മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ബൈബിളിന് ഇന്ന തലത്തിലുള്ള മനുഷ്യരെന്നില്ല. അങ്ങ് താഴെ കിടക്കുന്ന മനുഷ്യരുൾപ്പെടെ അങ്ങ് മുകൾ തലങ്ങളിൽ ഉന്നത നിലവാരത്തിൽ ജീവിക്കുന്ന എപ്പേർപ്പെട്ടവർക്കും പ്രയോജനകരവും അവരെ രക്ഷയിലേക്ക് നയിക്കുന്നതുമാണ് ഈ തിരുവചനം. ഞാനിത് പറയാൻ കാരണം, നാം വചനം കേൾക്കാൻ പോവുകയാണ്. ഈ വചനം നിങ്ങളെ മാറ്റും. എൻ്റെ വായിൽ നിന്ന് വരുന്ന ചില വാക്കുകളല്ല, അതിലുപരിയായി നമ്മൾ മധ്യത്തിൽ വ്യാപരിക്കുന്ന വചനത്തിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, വചനത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൃപ. ആ കൃപ നിങ്ങളെ സ്വാധീനിക്കും. നിങ്ങളുടെ ദുഃഖങ്ങൾ മാറും, നിങ്ങൾ സന്തോഷിക്കാനിടയാകും. നാളുകളായി കരഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മാതാവേ, ഹല്ലേലൂയ, മക്കളെ ഓർത്ത്, കൊച്ചുമക്കളെ ഓർത്ത്, ഭർത്താവിനെ ഓർത്ത്, ഭാവിയോർത്ത് ഇന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ? ഇന്ന് ഈ തിരുവചനം കേട്ട് കഴിയുമ്പോൾ മകളെ, നിൻ്റെ കണ്ണുനീർ കർത്താവ് ഒപ്പും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട യൗവനക്കാരാ, നീ മരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയല്ലേ? നിരാശ ബാധിച്ച് മരിച്ചാൽ മതി. എന്നെ സ്നേഹിക്കാൻ എനിക്കാരുമില്ല, എൻ്റെ കാര്യമൊന്ന് തുറന്നു പറയാൻ പോലും എനിക്കാരുമില്ല, ഞാൻ ഏകനായിപ്പോയില്ലേ, എൻ്റെ ജീവിതം ഇങ്ങനെയായിപ്പോയില്ലേ എന്നെല്ലാം ഓർത്ത് നിൻ്റെ സ്വകാര്യ ദുഃഖങ്ങളിലേക്ക് നീ ഒതുങ്ങി നീ നിരാശപ്പെട്ടിരിക്കുകയാണോ? മോനെ, നീ ആത്മാർത്ഥമായി വചനം സ്വീകരിക്ക്. നിൻ്റെ ജീവിതം മാറും. നിൻ്റെ ജീവിതം മാറുമെന്ന് മാത്രമല്ല, നിൻ്റെ ജീവിതം കൊണ്ട് നീ അനേകർ ജീവിതത്തെ മാറ്റാൻ ദൈവം നിൻ്റെ കരങ്ങളിൽ ഉപയോഗിക്കും. ഹല്ലേലൂയ. നമുക്ക് തിരുവചനത്തിലേക്ക് വരാം. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തു പറഞ്ഞ ഒരു വാക്യമാണ് നാം വായിക്കുന്നത്. ഈ ഭൂമിയിൽ ഏതെങ്കിലും അപ്പോസ്തലന്മാർ പറഞ്ഞതല്ല. അപ്പോസ്തലന്മാർ പറഞ്ഞതാണെങ്കിലും അത് നിസ്സാരമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അതിലെല്ലാം ഉപരിയായി ഏറ്റവും ഉന്നതനായ ദൂതന്മാരെക്കാളും പ്രവാചകന്മാരെക്കാളും അപ്പോസ്തലന്മാരെക്കാളും മോശയെക്കാളും ശലോമോനേക്കാളും സ്വർഗത്തെക്കാളും ഉന്നതനായ യേശുക്രിസ്തു തൻ്റെ നാവ് ചലിപ്പിച്ച് പറഞ്ഞ വാക്കുകൾ എന്താണത്? യോഹന്നാൻ 16:20. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു. കർത്താവിന് സ്തോത്രം. ആമേൻ ആമേൻ എന്ന് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പല സ്ഥലങ്ങളിലും, അല്ലെങ്കിൽ സത്യമായി സത്യമായി എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം കൂടുതൽ പെട്ടെന്ന് നടക്കുന്നതും കൂടുതൽ ആഴമായി നടക്കുന്നതുമായ ചില കാര്യങ്ങളാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കാണ് യേശു ആമേൻ ആമേൻ സത്യമായി സത്യമായി എന്ന് പറഞ്ഞത്. കാരണം യേശു സത്യമേ പറയൂ. പിന്നെ എന്തുകൊണ്ടാണ് സത്യമായി സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നതെന്ന് വീണ്ടും സ്ട്രെസ് ചെയ്ത് യേശു പറഞ്ഞത്? അത്ര പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ടാണ്. ഇവിടെ യേശു പറയുകയാണ്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരഞ്ഞ് വിലപിക്കും, ലോകമോ സന്തോഷിക്കും, നിങ്ങൾ ദുഃഖിക്കും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും. ഇന്നത്തെ ദുഃഖങ്ങൾ നാളത്തെ സന്തോഷമായി തീരുമെന്നാണ് കർത്താവ് പറഞ്ഞത്. ഇന്ന് ദുഃഖിച്ചിരിക്കുന്ന എല്ലാവരോടുമായി ഞാൻ പറയട്ടെ, നിങ്ങളുടെ വിഷയം എന്തുമാകട്ടെ, ആത്മീയമാകട്ടെ, ഭൗതികമാകട്ടെ, നിങ്ങളുടെ ആരോഗ്യപരമാകട്ടെ, സാമ്പത്തികപരമാകട്ടെ, കുടുംബപരമാകട്ടെ, മക്കളെക്കുറിച്ചാകട്ടെ, അല്ലെങ്കിൽ വരുമാന മാർഗങ്ങളെക്കുറിച്ചാകട്ടെ, നാളെയെക്കുറിച്ചാകട്ടെ, നിങ്ങളുടെ ദുഃഖം എന്തുമാകട്ടെ, ഇന്നത്തെ നിങ്ങളുടെ ദുഃഖം മാറുമെന്ന് എൻ്റെ യേശു പറഞ്ഞ വാക്യം ഞാൻ അതേപടി നിങ്ങളെ അറിയിക്കുകയാണ്. ഇന്നത്തെ നിങ്ങളുടെ ദുഃഖം മാറും, ആ ദുഃഖം സന്തോഷമായി തീരും. കർത്താവ് ഇത് പറഞ്ഞത് യേശുക്രിസ്തു ക്രൂശാരോഹണത്തിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പാണ്. ഏതാനും സമയങ്ങളേ ഉള്ളൂ. ഇനി കർത്താവിനെ വിസ്തരിക്കും, മാറി മാറി വിസ്തരിക്കും. കയ്യാഫാവിൻ്റെയും ഹന്നാവിൻ്റെയും ഹെരോദാവിൻ്റെയും പീലാത്തോസിൻ്റെയും അരമനകളിൽ മാറി മാറി യേശുവിനെ വിസ്തരിക്കുമെന്നും യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി തീരുമെന്നും യേശുവിന് അറിയാമായിരുന്നു. ആ പോകുന്നതിന് മുമ്പ് കർത്താവ് പറഞ്ഞു, ഞാൻ ക്രൂശിക്കപ്പെടുമ്പോൾ നിങ്ങൾ ദുഃഖിക്കും. എന്നാൽ കർത്താവ് പറഞ്ഞ എന്താണ്? നിങ്ങൾ കരഞ്ഞു വിലപിക്കും, ലോകമോ സന്തോഷിക്കും. യേശുവിനെ ക്രൂശിക്കുമ്പോൾ വലിയൊരു കൂട്ടം ജനം സന്തോഷിക്കും. അവൻ്റെ കഥ തീർന്നു, അവൻ തീർന്നല്ലോ എന്ന് വിചാരിക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് കർത്താവിൻ്റെ മക്കളെ പീഡിപ്പിക്കുകയും സുവിശേഷത്തെ എതിർക്കുകയും ചെയ്യുന്നവർക്ക് സന്തോഷമെന്ന് അവർക്ക് തോന്നും. എല്ലാം തീർന്നു. സുവിശേഷകരെ തല്ലുമ്പോൾ, ഏതെങ്കിലും ദൈവാലയങ്ങൾ തീവച്ച് നശിപ്പിക്കുമ്പോൾ അവർ വിചാരിക്കും തീർന്നു, സുവിശേഷം തീർന്നുവെന്ന്. ചിലർ ബൈബിൾ കത്തിക്കുന്നുണ്ട്. അവർ വിചാരിക്കുന്നത് അവർ 2-3 ബൈബിള് അല്ലെങ്കിൽ 100 ബൈബിൾ കത്തിച്ചാൽ സുവിശേഷം തീരുമെന്ന്. ഇല്ല പ്രിയരെ, തീരുകയില്ല. ഇത് തീയിൽ നിന്ന് മുളച്ചു വന്ന വചനമാണ്. അത് തീ കൊണ്ട് കെടുത്താൻ കഴിയുകയില്ല. ഹല്ലേലൂയ. തീയിൽ കുരുത്ത വചനമാണിത്. അത് സ്വർഗത്തിൻ്റെ തീയാൽ, അഭിഷേകത്തിൻ്റെ അഗ്നിയാൽ കുരുത്തു വന്ന ദൈവത്തിൻ്റെ വചനം. അത് കത്തിക്കാൻ ഈ ഭൂമിയിലെ ഒരു തീക്കും കഴിയുകയില്ല. എന്നാൽ ഈ വചന
വചനത്തിലെ തീ അണയ്ക്കാൻ ഈ ഭൂമിയിൽ ഒന്നിനും കഴിയുകയില്ല. വചനം തീയാണ്, അത് കാട്ടുതീ പോലെ കത്തിപ്പടരുന്നത് മനുഷ്യ ഹൃദയങ്ങളിലാണ്. ഹല്ലേലൂയ. മനുഷ്യ ഹൃദയങ്ങളിൽ ഈ വചനം കത്തിപ്പടർന്നാൽ ഭൂമിയിലെ ഒരു പീഡനം കൊണ്ടോ ഒരു ഉപദ്രവം കൊണ്ടോ ആ വചനത്തിൻ്റെ തീയെ കെടുത്താൻ ആർക്കും കഴിയുകയില്ല. കർത്താവ് പറഞ്ഞു, ഹല്ലേലൂയ, ലോകം സന്തോഷിക്കും, പക്ഷേ നിങ്ങൾ കരയും. കർത്താവ് പറഞ്ഞു, ഇന്ന് നിങ്ങൾ കരയും, പക്ഷേ നിങ്ങളുടെ കരച്ചിൽ സന്തോഷമായി തീരും. ദൈവത്തിന് സ്തോത്രം. എന്താണ് കർത്താവ് ഇത് പറയാൻ കാരണം? കർത്താവായ യേശു ക്രിസ്തു ക്രൂശിലേക്ക് പോകുമ്പോൾ, കർത്താവ് വേദനപ്പെടുമ്പോൾ, കർത്താവ് ദുഃഖിക്കുമ്പോൾ, കർത്താവ് അടിയേൽക്കുമ്പോൾ ലോകത്തിന് സന്തോഷം പ്രദാനം ചെയ്യാൻ പോവുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് പറഞ്ഞു, ഗോതമ്പ് മണി തനിയായിരിക്കുന്നുവെങ്കിൽ അതങ്ങനെ തനിയായിരിക്കും, അത് ചത്തുവെങ്കിലോ വളരെ ഫലം കായ്ക്കും. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ ഈ ദുഃഖങ്ങളും വേദനകളും ദുരിതങ്ങളും സങ്കടങ്ങളും ആക്ഷേപങ്ങളും നിന്ദകളും അടിയും തുപ്പലും എല്ലാം ഏൽക്കുമ്പോൾ അത് കരച്ചിലിൻ്റെ അനുഭവത്തിലൂടെയാണ് കടന്നു പോകുന്നത്. എന്നാൽ ആ അനുഭവത്തിലൂടെ നമ്മുടെ നാഥനും ഗുരുവുമായവൻ കടന്നു പോകുമ്പോൾ നമുക്ക് കർത്താവ് അതിൽ നിന്ന് തരുന്ന പ്രതിഫലം എന്താണ്? സന്തോഷമാണ്. ക്രൂശിൽ നിന്ന് ലഭിക്കുന്ന സന്തോഷം, ദുഃഖത്തിൻ്റെ മധ്യത്തിൽ നിന്നും പൊട്ടിമുളച്ചൊഴുകുന്ന നിത്യസന്തോഷം. ആ സന്തോഷമാണ് യേശു തന്നത്. മകളെ, നിൻ്റെ നിന്ന മാറ്റാനല്ലേ യേശു നിന്നനായത്? മകനെ, നിൻ്റെ ദുഃഖം മാറ്റാനല്ലേ യേശു ദുഃഖിച്ചവനെ പോലെ ക്രൂശിൽ കിടന്നത്? മകനെ, നിൻ്റെ ശിക്ഷ മാറ്റാനല്ലേ യേശു ശിക്ഷിക്കപ്പെട്ടത്? നാം ചെയ്ത ശിക്ഷ അത് ഈ ഭൂമിയിലെ കോടതിയിൽ വിസ്തരിക്കപ്പെട്ടില്ല. എന്നാൽ നാം ഏൽക്കേണ്ട ശിക്ഷ, അതിനുള്ള വിസ്താരം യേശു ഏറ്റു. യേശുവിനെ മാറി മാറി എത്രയോ കോടതികൾ വിസ്തരിച്ചു. ദൈവത്തിന് സ്തോത്രം. എല്ലാം മകനെ, നിന്റെ ശിക്ഷ മാറ്റാൻ, നിന്റെ നിന്ദ മാറ്റാൻ, നിന്റെ ദുരിതം മാറ്റാൻ അല്ല, നിന്റെ നിത്യമായ നിന്ദ മാറ്റാൻ, നിത്യ നരകത്തിൻ്റെ യാതന മാറ്റാൻ, നിത്യമായ കരച്ചിൽ മാറ്റാൻ യേശു ക്രിസ്തു കാൽവറിയിൽ രക്തം ചിന്തി. അതോർക്കുമ്പോൾ, യേശുവിൻ്റെ വേദന ഓർക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആദ്യമായി പെട്ടെന്ന് ഒരു കരച്ചിൽ വരുമെങ്കിലും ആ കരച്ചിൽ സന്തോഷമായി തീരും. കാരണം അത് വിടുതലാണ് അവിടെ നടന്നത്, വീണ്ടെടുപ്പാണ് നടന്നത്, പാപമോചനമാണ് അവിടെ നടന്നത്, മനുഷ്യൻ്റെ രോഗത്തിനും ഉള്ളതായ പരിഹാരമാണ് അവിടെ നടന്നത്, മനുഷ്യൻ്റെ സമാധാനത്തിനായുള്ള ശിക്ഷയാണ് യേശു തൻ്റെ ശരീരത്തിലേറ്റത്. അത് മുൻകൂട്ടി കർത്താവ് പറയുകയാണ്, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരഞ്ഞ് വിലപിക്കും, ലോകമോ സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിക്കും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരുമെന്ന്. അതെ, ഇന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി ദുഃഖിക്കുന്നവരുണ്ടോ? മക്കളെ മുന്നിലിട്ട് ഉപദ്രവിക്കുക, സ്വന്തം ഭാര്യയെ ഭർത്താവിൻ്റെ മുമ്പിലിട്ട് പീഡിപ്പിക്കുക, മാതാപിതാക്കളെ മക്കളുടെ മുമ്പിലിട്ട് ദണ്ഡിപ്പിക്കുക, എല്ലാം ദുഃഖമാണ്. എന്നാൽ ഈ ദുഃഖം മാറും, സന്തോഷം വരുമെന്ന്. ഇതൊരു വാഗ്ദത്തമാണ് പ്രിയരെ, ഇതൊരു ദൈവീയ വാഗ്ദത്തമാണ്. ഇന്ന് പീഡനങ്ങളിലൂടെ കടന്നു പോകുന്ന ദൈവജനമേ, ദൈവമക്കളെ, കുടുംബത്തിൽ നിന്നും നാട്ടിൽ നിന്നും സ്വന്തം സ്ഥലത്ത് നിന്ന് പോലും, സ്വന്തം താമസ സ്ഥലത്ത് നിന്ന്, ഞാൻ കേട്ടു ചില ഗ്രാമങ്ങളിൽ സുവിശേഷം പറയുന്നവരെ കയറ്റുകയില്ല നോർത്ത് ഇന്ത്യയിലെന്ന്. അവരെന്താണ് തെറ്റ് ചെയ്തത്? അവരൊരു പക്ഷേ ആ ഗ്രാമത്തിന് അനുഗ്രഹമാണെന്ന് അവരറിയുന്നില്ല. ഈ പാവപ്പെട്ട ദൈവമക്കൾ ഒരു ഗ്രാമത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചാൽ ആ ഗ്രാമത്തിൽ ആത്മീയമായും ഭൗതികമായുള്ള അനുഗ്രഹം വരും. പക്ഷേ തിരിച്ചറിയാതെ അവരെ ഗ്രാമത്തിൽ കയറ്റുകയില്ല. ആ ഗ്രാമത്തിലുള്ള കടകളിൽ നിന്ന് അവർക്ക് ഒരു ആഹാര സാധനങ്ങൾ വാങ്ങാൻ കഴിയുകയില്ല. ഭ്രഷ്ട് കൽപ്പിച്ചിരിക്കുന്നു. എന്നാൽ ഇന്നത്തെ ദുഃഖം മാറും. നിങ്ങൾ ആനന്ദിക്കും, നിങ്ങളിലൂടെ അനേകർ ആനന്ദിക്കാനിടയാകും. അതാണ് ക്രൂശിൻ്റെ സന്ദേശം. അതാണ് കർത്താവ് തൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് കൊടുത്ത സന്ദേശം, തൻ്റെ പ്രിയ ശിഷ്യന്മാർക്ക് കൊടുത്ത സന്ദേശം. ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ ദുഃഖം മാറും, നിങ്ങളുടെ വേദനകൾ മാറും, നിങ്ങളുടെ സങ്കടങ്ങൾ മാറും, നിങ്ങളുടെ ദുരിതങ്ങൾ മാറും, നിങ്ങളുടെ ആവലാധികൾ മാറും. യേശുവിലേക്ക് വന്നാൽ, യേശുവിൻ്റെ ക്രൂശിൻ ചൂട്ടിലേക്ക് വന്നാൽ, യേശുവിൻ്റെ സാന്നിധ്യത്തിലേക്ക് വന്നാൽ ആ മഹാഭാഗ്യം നിങ്ങൾക്ക് വേണമോ പ്രിയരെ? മറ്റു കുറുക്കുവഴികളില്ല. യേശുവിലേക്ക് വരാതെ മകനെ നിൻ്റെ ദുഃഖം മാറുകയില്ല. യേശുവിലേക്ക് പൂർണ്ണമായി സമർപ്പിക്കപ്പെടാതെ നിൻ്റെ ഹൃദയത്തിലെ വേദനകൾ മാറുകയില്ല, നിൻ്റെ സങ്കടങ്ങൾ മാറുകയില്ല. ഇപ്പോൾ ഈ സമയം നിങ്ങൾ യേശുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതം കൊടുക്കൂ, യേശുവിൻ്റെ പാദത്തിൽ നിങ്ങളുടെ ജീവിതം സമർപ്പിക്കൂ, നിങ്ങളുടെ ദുഃഖം നിറഞ്ഞ ജീവിതം യേശുവിനെ സമർപ്പിക്കൂ. ഹല്ലേലൂയ. അങ്ങനെ നിങ്ങൾ സമർപ്പിക്കുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളും എന്നോട് ചേർന്ന് ദൈവത്തോട് പ്രാർത്ഥിപ്പീൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ കർത്താവേ, സ്വർഗീയ പിതാവേ,
നാഥ, ഇന്ന് ദുഃഖത്തിലൂടെ കടന്നു പോകുന്ന, വേദനയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന, സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്ന, അനേകം വ്യാധികളാലും പ്രയാസങ്ങളാലും കടന്നു പോകുന്ന പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി അടിയൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ മക്കളെ അവിടുന്ന് സന്ദർശിക്കണം. എല്ലാവരും ക്രൂശിൻ ചൂട്ടിലെത്താനിടയാകട്ടെ. കാൽവരി ഞങ്ങൾക്ക് വേണ്ടി യാഗമായി യേശുവിനെ കാണാനിടയാകട്ടെ. എല്ലാവരും ക്രൂശിലെ സ്നേഹവും സന്തോഷവും അനുഭവിപ്പാനിടയാകട്ടെ. യേശു ക്രിസ്തു കാൽവറിയിൽ ഏറ്റതായ ആ പീഡനിമിത്തം ഞങ്ങൾക്ക് ലഭിക്കുന്ന സന്തോഷം ഞങ്ങൾ ഓരോരുത്തരും അനുഭവിപ്പാൻ, ആ സന്തോഷം നിറവിലേക്ക് വരുവാൻ ഇടയാകട്ടെ. ഈ മക്കളെ അനുഗ്രഹിച്ചടിയൻ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ സന്തോഷം നിറയാനിടയാകട്ടെ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമാറാകണമേ. ആമേൻ. സ്തോത്രം. ദൈവനാമോത്തുപെടട്ടെ. പ്രിയ സഹോദരീ സഹോദരങ്ങളെ, നിങ്ങൾ തീർച്ചയായും നിരന്തരം വചനം കേൾക്കുക. കർത്താവിന് സ്തോത്രം. നിങ്ങൾക്ക് ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളോ ഏതെങ്കിലും ആത്മീയമായ സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ ശ്രദ്ധിക്കാൻ സമയം ചെലവഴിക്കുകയും ചെയ്യും. തീർച്ചയായും നിങ്ങൾ ഈ അവസരങ്ങൾ ഉപയോഗിക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വം.